കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് ചിക്കൻ ബിരിയാണി. ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ചിക്കൻ ബിരിയാണിയാണ്. വളരെ ഈസി ആയിട്ട് എണ്ണ വളരെ കുറച്ച് മാത്രം ഉപയോഗിച്ച് ദം ചെയ്തെടുത്ത ഒരു സൂപ്പർ ചിക്കൻ ബിരിയാണിയാണ്. ഈ രീതിയിൽ ഉണ്ടാക്കാത്തവർ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ദയവ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അപ്പം നമുക്ക് ആദ്യം തന്നെ ചിക്കൻ്റെ മസാല റെഡിയാക്കാം. അതിന് വേണ്ടി 1.5 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കുക. ഏത് പാത്രത്തിലാണോ നമ്മൾ ചിക്കൻ മസാല തയ്യാറാക്കുന്ന ആ പാത്രത്തിൽ തന്നെ ചിക്കൻ എടുത്തിട്ട് അതിലേക്ക് ഒരു 6 വലിയ സവാള നെടുകനെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. അതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് കൊടുത്തു. ഇനി ഇട്ട് കൊടുക്കേണ്ടത് ഒരു 8-10 പച്ചമുളക് നെടുകെ കീറിയതും കുറച്ച് കറിവേപ്പിലയും. അപ്പോൾ പച്ചമുളക് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഒരു 3 വലിയ തക്കാളി നന്നായി പഴുത്തത് ചേർത്ത് കൊടുത്തു. കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തു. കുറച്ച് പുതിനയില കൂടി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് പൊടികളൊക്കെ ചേർക്കാം. 2 ടീസ്പൂൺ നിറയെ സാധാരണ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 4 ടീസ്പൂൺ നിറയെ ബിരിയാണി മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ബിരിയാണി മസാല തന്നെ ചേർത്താൽ നല്ലൊരു ടേസ്റ്റാണ്. വേറെ ഏത് മസാല ചേർക്കുന്നതിനേക്കാളും രുചിയാണ് ഈ ബിരിയാണി മസാല ചേർത്താൽ. ഞാനിപ്പോൾ ഈസ്റ്റേണിൻ്റെ ബിരിയാണി മസാലയാണ് ഇട്ടിരിക്കുന്നത്. ഏത് കമ്പനിയുടെ ആയാലും കുഴപ്പമില്ല. പിന്നെ 1 ടീസ്പൂൺ പൊടിച്ച കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. പിന്നെ വേണ്ടത് 1/2 to 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുക. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇനി വേണ്ടത് അത്യാവശ്യം പുളിയുള്ള ഒരു 2.5 ടേബിൾ സ്പൂണോളം തൈരും കൂടി ചേർക്കുക. ഇനി നമ്മൾ നന്നായിട്ട് കൈ വെച്ച് ഇതെല്ലാം കൂടി യോജിപ്പിക്കണം. ഒരു 3-4 മിനിറ്റ് എടുത്ത് തന്നെ നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഉള്ളിയൊക്കെ ഒന്ന് വാടി വരുന്നവരെ നമ്മൾ നന്നായിട്ട് ഇളക്കുക. അപ്പം എല്ലാ മസാലകളും ചിക്കനിലേക്ക് നന്നായി പിടിക്കട്ടെ. ലാസ്റ്റ് ഒരു 2 ടീസ്പൂണോളം നെയ്യ് കൂടി നമ്മൾ ചേർക്കുന്നുണ്ട്. ഇതല്ലാതെ വേറെ ഒരു എണ്ണയും നമ്മളിതിൽ ചേർക്കില്ല. 2 ടീസ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമ്മളിത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നല്ലതാണ്. റെസ്റ്റ് ചെയ്യാൻ വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിത് നേരിട്ട് അടുപ്പിലേക്ക് വയ്ക്കാം. ഹൈ ഫ്ലെയിമിൽ വെക്കണം. ചിക്കൻ ഒന്ന് ചൂടാകുന്നവരെ ഹൈ ഫ്ലെയിമിൽ വെക്കുക. ഒരു 2-3 മിനിറ്റ് നേരം. അപ്പോൾ ഇതുപോലെ വെള്ളം അങ്ങനെ ഇറങ്ങി വരാൻ തുടങ്ങി കഴിയുമ്പോൾ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മളിതിൽ ഒട്ടും വെള്ളം ചേർക്കില്ല. ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഊർന്ന് ഇറങ്ങി വരും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കത് മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ ചിക്കൻ നമുക്ക് വെന്ത് കിട്ടും. ലാസ്റ്റ് ദം ചെയ്തെടുക്കാനുള്ളത് കൊണ്ട് തന്നെ ചിക്കൻ ഒരുപാട് വെന്ത് പോവാതെ ശ്രദ്ധിക്കണം. അപ്പം അത് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കാൻ മറന്നു പോകരുത്. ഇനി ഈ സമയം കൊണ്ട് നമുക്ക് റൈസ് കഴുകിയെടുക്കാം. 1 കിലോ കൈമ റൈസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക. അപ്പോൾ അതാ ചിക്കനിൽ നിറയെ വെള്ളമായി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ചിക്കൻ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ചിക്കൻ കഷ്ണമൊക്കെ വെന്തോ വേവ് പാകമാണോ എന്നൊക്കെ ഒന്ന് നോക്കുക. ഉപ്പ് പാകമാണോ ഇതൊക്കെ നോക്കുക.
നമ്മുടെ ചിക്കൻ ഒരുവിധം വെന്തിട്ടുണ്ട്. നമുക്കിനി വെന്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് മൂടി വെക്കേണ്ട കാര്യമില്ല. നമ്മളിത് തുറന്ന് വെച്ചിട്ട് ഈ വെള്ളം കുറച്ച് പറ്റിച്ചെടുക്കണം. ഇത്രയും വെള്ളം കൊള്ളില്ല. അപ്പം നമ്മൾ കുറച്ചിത് പറ്റുന്നത് വരെ തീ ഫുൾ ഫ്ലെയിമിലിടുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുകയും വേണം. അപ്പോൾ അതാ നന്നായിട്ട് പറ്റിയിട്ടുണ്ട്. ഈ പരുവത്തിൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് അരി വേവിക്കാനുള്ള വെള്ളം അടുപ്പത്ത് വയ്ക്കാം. ഞാനിപ്പോൾ 1 കിലോ അരി വേവാൻ പാകത്തിനുള്ള ഒരു കലം എടുത്തിട്ട് അതിൽ 3/4 കലത്തോളം വെള്ളം വെച്ചു. അതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം, 3-4 കഷ്ണം പട്ട, 2 ഏലക്ക, ഒരു 3-4 ഗ്രാമ്പു ഇത്ര ഇട്ട് കൊടുത്തു. ബേ ലീവ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. പിന്നെ ഒരു 2 ക്യാരറ്റ് സ്ക്വയറായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തു. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ എപ്പോഴും വെള്ളത്തിന് ഉപ്പിച്ചിരി മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം ഉപ്പിട്ട് കൊടുക്കാനായിട്ട്. പിന്നെ ഒരു നാരങ്ങയുടെ നീര് നമ്മൾ ചേർക്കുന്നുണ്ട്. ഇത്ര ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഉപ്പൊന്ന് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ വീണ്ടും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അപ്പോൾ എനിക്ക് ഉപ്പ് കുറവായതുകൊണ്ടെങ്കിൽ കുറച്ചുകൂടെ ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തു. അപ്പോൾ അത് ഉപ്പ് പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ഒരു 1.5 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത്രയൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റൈസിനൊരു പ്രത്യേക ടേസ്റ്റാണ്. റൈസ് വേവിക്കാനൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഞാൻ ചെയ്യുന്ന രീതി ഒന്ന് കാണിച്ചതേ ഉള്ളൂ. ഇനി വെള്ളം നന്നായിട്ട് വെട്ടിത്തിളയ്ക്കും. വെട്ടിത്തിളച്ച് കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള റൈസ് ഇട്ട് കൊടുക്കുക. റൈസിൻ്റെ വേവൊക്കെ നോക്കി നിങ്ങൾ വാങ്ങുക. പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഈ രീതിയിൽ റൈസ് വേവിക്കുമ്പോൾ നമുക്ക് റൈസ് നമ്മൾ സാധാരണ ചോറ് വയ്ക്കുമ്പോൾ വാർക്കുന്നത് പോലെ തന്നെ വാർത്തെടുക്കാൻ പറ്റും. അപ്പം നമുക്ക് ഒട്ടും വെള്ളമില്ലാതെ റൈസ് കിട്ടുകയും ചെയ്യും. എനിക്ക് കൂടുതൽ എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് ഈ മെത്തേഡാണ്. ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഞാനത് വാർത്തിടുവാണ്. അപ്പോൾ വാർത്തിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളം പോയി തീരുമ്പോൾ തന്നെ നമ്മൾ മുട്ട് നിവർത്തിയിട്ട് അപ്പം തന്നെ അത് ഒന്ന് ഇളക്കണം. സ്പൂൺ വെച്ച് ഇളക്കരുത്. വെറുതെ ഇങ്ങനെ കുടഞ്ഞ് ഇളക്കിയതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് അപ്പം തന്നെ മാറ്റി വയ്ക്കുക. അല്ലെങ്കിൽ ഒന്നുകൂടെ ചോറങ്ങോട്ട് വെന്ത് കുഴഞ്ഞു പോകും. അപ്പോൾ അത് ഒഴിവാക്കാൻ പെട്ടെന്ന് തന്നെ പാത്രം മാറ്റി വയ്ക്കണം. ഇനി നമുക്ക് ദം ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ചൂട് കട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ട് അതിൽ കുറച്ച് നെയ്യ് തടവി കൊടുക്കുക. ഇനി അതിലേക്ക് ആദ്യം വേവിച്ച് വെച്ച റൈസ് ഇട്ട് കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിലായിട്ട് ചിക്കൻ്റെ മസാല നിരത്തി കൊടുക്കുക. അതിലേക്ക് വീണ്ടും റൈസ് ഇട്ട് കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിലേക്ക് അല്പം ഉള്ളി വറുത്തത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ ഇട്ട് കൊടുക്കുന്നതാണ്. അല്പം ഉള്ളി വറുത്തത്, അല്പം കാഷ്യൂനട്ട്, അല്പം കിസ്മിസ് ഇതൊക്കെ അതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം വറുത്തെടുത്തതാണേ. ഹെൽത്ത് വൈസ് നോക്കുന്നവർക്ക് അതൊക്കെ ഒഴിവാക്കാവുന്നതാണ്. ഇനി അതിൻ്റെ പുറത്തേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും ഇട്ട് കൊടുത്തു. വീണ്ടും നമ്മൾ ചിക്കൻ്റെ മസാല വെച്ചു. പിന്നെയും നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുക. നേരത്തെ ചെയ്തതുപോലെ തന്നെ. വീണ്ടും കുറച്ച് ഉള്ളി വറുത്തത് ഇട്ട് കൊടുക്കുക. കാഷ്യൂനട്ടും കിസ്മിസും വറുത്തത് കൂടെ കുറച്ച് ചേർത്തതിന് ശേഷം
മല്ലിയിലയും പുതിനയിലയും തൂവുക. അപ്പം നമ്മൾ ലാസ്റ്റ് അതിൻ്റെ മുകളിലായിട്ട് ഒരു 2 ടീസ്പൂൺ നെയ്യ് കൂടി ഒഴിക്കണം. അപ്പം നമ്മൾ ആകെ 4 ടീസ്പൂൺ നെയ്യ് മാത്രമേ ഈ ബിരിയാണി തയ്യാറാക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രായമായവർക്കും ധൈര്യമായിട്ട് കഴിക്കാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ വേണ്ടിയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ കുറച്ചുകൂടിയൊക്കെ നെയ്യൊക്കെ ചേർക്കാം. ഇനി അതൊരു അടപ്പ് കൊണ്ട് മൂടി വെച്ചതിന് ശേഷം നമുക്ക് ദം ചെയ്തെടുക്കാം. ദം ചെയ്യുന്നതിന് വേണ്ടി പഴയ ദോശച്ചട്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ഇരുമ്പ് കൊണ്ടുള്ളത്. അത് ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ് ചൂടാക്കി കഴിയുമ്പോൾ അതിൻ്റെ പുറത്തേക്ക് നമ്മുടെ ബിരിയാണിയുടെ പാത്രം വെച്ച് കൊടുക്കുക. പാത്രം വെച്ചതിന് ശേഷം നമ്മൾ തീ കുറയ്ക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് തീ മാറ്റിയിടുക. ഇങ്ങനെ അരമണിക്കൂർ വെച്ചേക്കുക. അപ്പം നമ്മുടെ സൂപ്പറായിട്ടുള്ള ദം ബിരിയാണി റെഡിയാവും. അപ്പം അത് അരമണിക്കൂർ കഴിഞ്ഞു. നമ്മുടെ ബിരിയാണി സെറ്റായിട്ടുണ്ട്. നല്ല ആവി പറക്കുന്ന ചൂടൻ ബിരിയാണി. ഈ ചൂടോടുകൂടി തന്നെ വിളമ്പി കഴിക്കണം. സൂപ്പർ ടേസ്റ്റാണ്. ഈ രീതിയിൽ ഇതുവരെ ഉണ്ടാക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.